വളരെ സങ്കടകരമായ വാർത്തയാണ്. ഈ പ്രധാനപ്പെട്ട രോഗങ്ങൾ ഒന്നും കേരളത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്നുള്ളതിൻ്റെ അപകടകരമായ സൂചന കൂടിയാണത്. അതുകൊണ്ടാണ് ഞങ്ങൾ നിയമസഭയിൽ വളരെ ഗൗരവത്തോടു കൂടി ഈ പകർച്ചവ്യാധികൾ പടരുന്നതും അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ പൊതുജന ആരോഗ്യം തകരുകയാണ് എന്നുള്ള സൂചനകൾ നൽകിയത്. ദൗർഭാഗ്യവശാൽ ഗവൺമെൻറ് അതിനോടൊരു ഗൗരവതരമായ ഒരു പോസിറ്റീവായിട്ടുള്ള പ്രതികരണം അല്ല നൽകിയത്. ഇവർക്ക് അവാർഡ് കിട്ടിയ കാര്യവും വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ആ സ്ഥിതിയിലല്ല കേരളത്തിൻ്റെ പൊതുജനാരോഗ്യം. പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ അപകടത്തിൽ നിൽക്കുകയാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം മാലിന്യ നീക്കം പരാജയപ്പെട്ടതാണ്. മാലിന്യ നീക്കം, മഴക്കാല പൂർവ്വ ശുചീകരണം നടത്താത്തതിൻ്റെ ഈ ഗതികേടാണിപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ അനുഭവിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു പ്രിവൻറ്റീവ് പരിപാടികളൊന്നുമില്ല. ഇത് തടയുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. രോഗം വന്നാൽ അപ്പോൾ അവിടെ പോയിട്ട് ചെയ്യുമെന്നല്ലാതെ അത് പടർന്നു പിടിക്കുകയും എല്ലാ സ്ഥലത്തും എത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ കേരളത്തിൽ ഇല്ലാത്ത ഏത് രോഗമാണുള്ളത്? കോവിഡുണ്ട്, വളരെ സജീവമായിട്ടുണ്ട്. എന്തെങ്കിലും പരിശോധനകളോ എന്തെങ്കിലും ഗൗരവതരമായ അന്വേഷണങ്ങളോ എന്തെങ്കിലും ഡാറ്റ കളക്ഷനോ ഒന്നും കോവിഡിനെ സംബന്ധിച്ച് നടക്കുന്നില്ല. കോവിഡുണ്ട്, ചില സ്ഥലത്ത് മലമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഷിഗല്ലോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മഞ്ഞപ്പിത്തമുണ്ട്, കോളറയുണ്ട്, ഇപ്പം നിപ്പ കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു വളരെ നമ്മൾ പറഞ്ഞതുപോലെ അപകടകരമായ ചില മുന്നറിയിപ്പുകളാണ് പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ളത്. ഗവൺമെൻറ് അടിയന്തരമായി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഇത്തരം മാരക രോഗങ്ങൾ പകരുന്നത് തടയാനും മുൻവിധികൾ നേരത്തെ തന്നെയുള്ള ചില കാര്യങ്ങൾ ചെയ്ത് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. നമ്മളിത് പറയുമ്പോൾ സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് എന്ന രീതിയിലാണ് മന്ത്രിമാർ പറയുന്നത്. പക്ഷെ നമ്മൾ നിയമസഭയിൽ പറഞ്ഞ അതേ കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാവരും സഹകരിക്കണം. സർക്കാർ നിർദ്ദേശിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇത് പകരാതിരിക്കാൻ വേണ്ടി ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് ഐസൊലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉള്ള നടപടികൾ സർക്കാരും ആരോഗ്യ വകുപ്പും പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളുമായിട്ട് എല്ലാ വിഭാഗം ജനങ്ങളും സഹകരിക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഈ നിപ്പയുടെ കാര്യത്തിൽ ഓരോ വർഷവും ഇത് രോഗം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ സോഴ്സ് ഇപ്പോഴും അജ്ഞാതമാണ്. അതിൻ്റെ പഠനം നടക്കുന്നു എന്ന് പറയുന്നു. അതിലൊരു കാര്യക്ഷമത ഇതുവരെ വന്നിട്ടില്ല എന്നാണ്. അതാണ് ഞാൻ പറയുന്നത്. ഒരു പഠനവും നടക്കുന്നില്ല, ഒരു ഡാറ്റ കളക്ഷൻ നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. ഇപ്പം ഞങ്ങളൊരു കാര്യം പറഞ്ഞു. ഈ കോവിഡിന് ശേഷം കേരളത്തിലെ മരണനിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് ഗൗരവമായി. ഞങ്ങളത് ഒരുപാട് സ്ഥലത്ത് പരിശോധിച്ചതിന് ശേഷമാണ് പറഞ്ഞത്. എന്തുകൊണ്ട് മരണനിരക്ക് വർദ്ധിച്ചിരിക്കുന്നു? കോവിഡിൻ്റെ പോസ്റ്റ് കോവിഡ് ഇഫക്റ്റ് ആണോ? ഒന്ന്. രണ്ട്, ഈ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറയുന്നത് പോലുള്ള വല്ല പ്രശ്നങ്ങളുമാണോ? ആരാണ് മരിക്കുന്നത്? മരിക്കുന്നവരുടെ ഏജ് ഗ്രൂപ്പ് എന്താണ്? ഏതെല്ലാം കാര്യം ഇപ്പോൾ കൊളാപ്സ് ചെയ്ത് മരിക്കുന്നുണ്ട്, കാർഡിയാക് കംപ്ലൈൻറ്റ് വന്ന് മരിക്കുന്നുണ്ട്, ധാരാളം ആളുകൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ട്, ഒരുപാട് ആളുകൾക്ക് ശ്വാസം മുട്ടൽ വന്ന് മരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നുള്ളൊരു പഠനം നടക്കുകയോ ഒരു അന്വേഷണം നടക്കുകയോ ഒരു ഡാറ്റ കളക്ഷൻ നടക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. ഇപ്പം നാളെ ഒരു പകർച്ചവ്യാധിയും ഒരു മാരകമായ രോഗം നേരത്തെ ഒരു മഹാമാരി വന്നതുപോലെ വന്നാൽ അതിനെ ഫേസ് ചെയ്യേണ്ടത് ഇതുവരെ ചെയ്ത കാര്യങ്ങളുടെ ഡാറ്റ കളക്ട് ചെയ്ത് ആ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പുതിയൊരു രോഗത്തെ നമ്മൾ നേരിടേണ്ടത്. അങ്ങനെയുള്ള ഒരു പരിപാടി നടക്കുന്നില്ല. ഡാറ്റ ഉണ്ടെന്ന് പറഞ്ഞു, ഒരു ഡാറ്റയില്ല. മരിക്കുന്നവരുടെ ഏത് ഏജൻസിയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്? ധാരാളം ആളുകൾ മരിക്കുകയാണ്. ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. മരണകാരണം പോലും മനസ്സിലാകാത്ത രീതിയിൽ മരണത്തിൻ്റെ എണ്ണം വർദ്ധിക്കുന്നത്. അപ്പോൾ പേടിപ്പിക്കലെന്നാണ് പറഞ്ഞത്. പേടിപ്പിക്കുകയാണ്. യാഥാർത്ഥ്യം. നമ്മളൊക്കെ ജനപ്രതിനിധികളല്ലേ?